ഇസ്രയേൽ സംയുക്ത വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിയുടെ രക്തത്തിന് പ്രതികാരം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച മകനും പുതിയ പരമോന്നത നേതാവുമായ മുജ്തബ ഖമനേയി. അലി ഖമനേയിയുടെ വിയോഗത്തിന് മാസങ്ങൾക്ക് ശേഷം നടന്ന സംസ്കാര ചടങ്ങുകളോട് അനുബന്ധിച്ച് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ട സന്ദേശത്തിലാണ് മുജ്തബ ഇക്കാര്യം വ്യക്തമാക്കിയത്. തന്റെ പിതാവിന്റെയും യുദ്ധത്തിൽ മരിച്ച മറ്റ് രക്തസാക്ഷികളുടെയും മരണത്തിന് പ്രതികാരം ചെയ്യണമെന്ന് ഇസ്ലാമിക് റിപ്പബ്ലിക്കിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. രക്തസാക്ഷിയായ നേതാവിന്റെയും ഈ രണ്ട് യുദ്ധങ്ങളിൽ കൊല്ലപ്പെട്ട മറ്റ് രക്തസാക്ഷികൾ രക്തത്തിന് അപമാനിതരായ ആ ക്രിമിനൽ കൊലയാളികളോട് ഞങ്ങൾ പ്രതികാരം ചെയ്യുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നുവെന്ന് മുജ്തബ ഖമനേയി സന്ദേശത്തിൽ പറഞ്ഞു. ഇറാൻ ഇതിന് തീർച്ചയായും പ്രതികാരം ചെയ്യുമെന്നും അത് തന്റെയോ മറ്റു ഉദ്യോഗസ്ഥരുടെയോ സാന്നിധ്യത്തെ ആശ്രയിച്ചല്ല ഇരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഞങ്ങളുണ്ടായാലും ഇല്ലെങ്കിലും ആ പ്രതികാരം നടപ്പാക്കപ്പെട്ടിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇറാനിലും ഇറാഖിലും ഉടനീളം ദശലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്ത വിലാപയാത്രകളെ അദ്ദേഹം പ്രശംസിച്ചു. ടെഹ്റാൻ, കോം, നജാഫ്, കർബല, മഷാദ് എന്നിവിടങ്ങളിൽ ശത്രുക്കളുടെ നെഞ്ചിടിപ്പേറ്റുന്ന രീതിയിൽ ജനങ്ങൾ തടിച്ചുകൂടിയതിന് മുജ്തബ നന്ദി അറിയിച്ചു. കഴിഞ്ഞ ഫെബ്രുവരി 28 ടെഹ്റാനിലെ ഓഫീസിന് നേരെ നടന്ന ഇസ്രയേൽ വ്യോമാക്രമണത്തിലാണ് അലി ഖമനേയി കൊല്ലപ്പെട്ടത്. തുടർന്ന് മാസങ്ങൾക്ക് ശേഷമാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. വ്യാഴാഴ്ച രാത്രി വൈകി മഷാദിലെ ഇമാം റസ പുണ്യ സങ്കേതത്തിലായിരുന്നു അലി ഖമനേയിയുടെ ഭൗതിക ശരീരമടക്കം ചെയ്തത്. മുജ്തബയുടെ പ്രസ്താവന പുറത്തുവരുന്നതിന് തലേദിവസം ഇറാൻ തന്നെ വധിക്കാൻ പദ്ധതിയിടുന്നതിനെക്കുറിച്ച് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചിരുന്നു. ഇറാന്റെ വധഭീഷണി പട്ടികയിൽ താൻ ദീർഘകാലമായി ഉണ്ടെന്ന് ട്രംപ് വെളിപ്പെടുത്തി. ന്യൂയോർക്ക് പോസ്റ്റ് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത്. അതേസമയം അന്താരാഷ്ട്ര കപ്പൽ ഗതാഗത രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാതകളിലൊന്നായ ഹോർമൂസ് കടലിടുക്ക് ഇറാൻ പൂർണ്ണമായി അടച്ചുപൂട്ടിയതോടെ ഗൾഫ് മേഖല അതീവ ഗുരുതരമായ യുദ്ധ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. ജലപാത അടച്ചതിന് പിന്നാലെ ഇറാന് നേരെ യുഎസ് സൈന്യം പുതിയ വ്യോമാക്രമണങ്ങൾ ആരംഭിച്ചു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കിടെ യുഎസ് നടത്തുന്ന മൂന്നാമത്തെ വലിയ സൈനിക നടപടിയാണിത്. ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോയ സൈപ്രസ് പതാകയേന്തിയ വാണിജ്യ കപ്പലിന് നേരെ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് ക്രൂയിസ് മിസൈൽ ആക്രമണം നടത്തിയതാണ് നിലവിലെ സംഘർഷം രൂക്ഷമാക്കിയത്. ആക്രമണത്തിൽ കപ്പലിന്റെ എഞ്ചിൻ റൂം തകരുകയും ഒരു ജീവനക്കാരനെ കാണാതാവുകയും ചെയ്തു. നിർദ്ദേശങ്ങൾ ലംഘിച്ച് സിഗ്നലുകൾ ഓഫാക്കി സഞ്ചരിച്ചതിനാണ് കപ്പലിനെതിരെ നടപടിയെടുത്തതെന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. എന്നാൽ ഇറാന്റേത് നഗ്നമായ നിയമലംഘനമാണെന്ന് യുഎസ് സെൻട്രൽ കമാൻഡ് കുറ്റപ്പെടുത്തി. ഇറാൻ എടുത്തത് തെറ്റായ തീരുമാനമാണ്, അതിനുള്ള വില അവർ നൽകുന്നുണ്ടെന്ന് യുഎസ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത് പ്രതികരിച്ചു. ഫെബ്രുവരി 28 ഇസ്രയേൽ സഖ്യം നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട മുൻ ഇറാൻ സുപ്രീം നേതാവ് അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകൾക്ക് പിന്നാലെയാണ് മേഖല വീണ്ടും യുദ്ധക്കളമായത്. പുതിയ സുപ്രീം നേതാവായി ചുമതലയേറ്റ മകൻ അയത്തുള്ള മുജ്തബ ഖമനേയി തന്റെ ആദ്യ പൊതുപ്രസ്താവനയിൽ തന്നെ യുഎസിനെതിരെ കടുത്ത പ്രതികാരത്തിന് ആഹ്വാനം ചെയ്തു. അതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ഇറാൻ പദ്ധതിയിടുന്നതായി ഇസ്രയേൽ രഹസ്യാന്വേഷണ വിഭാഗം യുഎസിന് മുന്നറിയിപ്പ് നൽകിയതായി വാൾസ്ട്രീറ്റ് ജേണലും റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ട്രംപ് ഇത് ഭാഗികമായി നിഷേധിച്ചു. താൻ വളരെക്കാലമായി ഇറാന്റെ ഹിറ്റ് ലിസ്റ്റിൽ ഒന്നാമതാണെന്നും എന്നാൽ പുതിയ വധശ്രമ പദ്ധതികളെക്കുറിച്ച് വിവരമില്ലെന്നുമാണ് ട്രംപ് പറഞ്ഞത്. അതേസമയം അമേരിക്കൻ ഉദ്യോഗസ്ഥരെയോ പ്രസിഡന്റിനെയോ ലക്ഷ്യമിട്ടാൽ ഇറാന്റെ എല്ലാ മേഖലകളെയും തകർത്ത് തരിപ്പണമാക്കുമെന്ന് ട്രംപ് കടുത്ത മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പരസ്പരമുള്ള വ്യോമാക്രമണങ്ങളിൽ ഇതിനകം തന്നെ 17 പേർ കൊല്ലപ്പെടുകയും 100-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. വെടിനിർത്തൽ കരാർ അവസാനിച്ചതായി യുഎസ് പ്രഖ്യാപിച്ചെങ്കിലും അന്താരാഷ്ട്ര മധ്യസ്ഥർ വഴി സമാധാന ചർച്ചകൾ ഇപ്പോഴും തുടരുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. എണ്ണക്കടത്തിന്റെ ഹൃദയഭാഗമായ ഹോർമൂസ് കടലിടുക്ക് അടച്ചിട്ടത് ആഗോള വിപണിയെയും സാമ്പത്തിക രംഗത്തെയും വരും ദിവസങ്ങളിൽ എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് ലോകരാജ്യങ്ങൾ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.